ഹോസ്പിറ്റലിനുള്ളിൽ നല്ല തിരക്കാണ്. നമുക്കധികം വീഡിയോ എടുക്കാൻ പറ്റിയല്ലോ ഹോസ്പിറ്റലിനുള്ളിൽ. അതുകൊണ്ട് ഹോസ്പിറ്റലിലുള്ള കാര്യം എടുക്കുന്നില്ല. അങ്ങനെ ഇരട്ടി വരെ ഒന്ന് പോവാം കേട്ടോ. ഇരട്ടി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവാണ്. അപ്പോൾ അങ്ങനെ കോളിക്കടവ് പാലത്തിലെത്തി. പാലം കഴിഞ്ഞ് മാടത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പള്ളിയുടെ മുന്നിൽ ഒരു ഹോളോ ബ്രിക്സിൻ്റെ ഒരു കടയൊക്കെ ഉണ്ട്. നല്ല വെയിലാണ് കേട്ടോ. നട്ടുച്ച സമയത്താണ് ഞങ്ങൾ പോകുന്നത്. മോളാണ് വണ്ടി ഓടിക്കുന്നത്. ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത്. അവൾ പറഞ്ഞു, അമ്മി ഞാൻ ഓടിച്ചോളാം, പെട്ടെന്ന് അകത്തൊന്നും പറഞ്ഞ് അവൾ ഭയങ്കര പുറകെ ഇരിക്കും. ഭയങ്കര വെയിലടിക്കുന്നുണ്ട്. അവൾ പറഞ്ഞു പുറത്തോട്ട് വെയിലടിക്കുന്നുണ്ട്, പറഞ്ഞു ഞാൻ ഓടിച്ചോളാം. അങ്ങനെ അവൾ കൈമാറി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാടത്തിലെത്തി. മാടത്തിൽ ടൗണിനടുത്തൊരു ഗുഡ് മാർട്ട് എന്ന് പറഞ്ഞൊരു കടയും, മാർക്ക് ലൈറ്റ്സിൻ്റെ വലിയൊരു കട, വലിയ ഷോപ്പാണ്. രണ്ടും കൂടെ കൂടി അടുത്തടുത്ത് രണ്ട് വലിയ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ടൗണിലോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നുമില്ല. തൊടുപുഴ ഇരിട്ടി റോഡ് വലിയ തിരക്കൊന്നുമില്ല. നട്ടുച്ച സമയമായിട്ടൊന്നും റോട്ടിലൊന്നും വലിയ തിരക്കൊന്നുമില്ല. നല്ല വെയിലാണ് കേട്ടോ. നല്ല പൊള്ളുന്ന വെയിലാണ്. നമുക്ക് പെരയ്ക്കകത്ത് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് അത്ര വലിയ ചൂടൊന്നും തോന്നത്തില്ല. പെരയ്ക്കകത്തല്ലേ, അപ്പം വലിയ ചൂടൊന്നും തോന്നത്തില്ല. ചെറിയ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തിറങ്ങണം, വെയിലിൻ്റെ അറിയണമെങ്കിൽ ഭയങ്കര ചൂട്. മാടത്തിൽ പെട്രോൾ പമ്പിൻ്റെ മുന്നിലൊരു വലിയൊരു റെസ്റ്റോറൻറ്റ് പോലെ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ അൽഫാമും ബേക്കറിയും എല്ലാം കൂടെ കൂട്ടിയൊരു വലിയൊരു ഷോപ്പാട്ടോ. പിന്നെ എവിടെ നോക്കിയാലും ബോഗൺവില്ല മാത്രമേ ഇപ്പം കാണാനുള്ളൂ. ഏത് വീടിൻ്റെ മുന്നിൽ നോക്കിയാലും ബോഗൺവില്ല. എന്നാലും അതിൻ്റെ പല പല കളറുള്ള പൂ കാണാൻ നല്ല രസമല്ലേ. അങ്ങനെ ഇരട്ടി എടുക്കാറായി. നമ്മൾ കല്ലുമുട്ടി അവിടെ ഒരു ചെറിയൊരു ഈ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു ചെറിയ സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ചെറിയ തോതിലാട്ടോ. വൈകുന്നേരം കാറ്റുകൊള്ളാനൊക്കെ പോയിരിക്കുന്നവരൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യാം. എന്തായാലും കല്ലുമുട്ടിയുടെ അവിടെ ഡിവൈൻ എന്ന് പറഞ്ഞൊരു ഡിവൈൻ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഈ മാതാവിൻ്റെയും ഈശോയുടെയും കൊന്തകളും അങ്ങനെ കുറേ രൂപങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ക്രിസ്ത്യൻസിന് വേണ്ട ഒരുപാട് സാധനങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു ഷോപ്പ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നാണ് ഞാനത് കാണുന്നത് കേട്ടോ. ഒരുപാട് രൂപങ്ങൾ, മാതാവിൻ്റെ രൂപങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തെത്തി. ഇരട്ടി പോലീസ് സ്റ്റേഷനാട്ടോ ഇത്. പോലീസ് സ്റ്റേഷനൊന്നും ഒരു മാറ്റമില്ല, പഴയ പോലെ തന്നെ. അത് പണ്ടെങ്ങനെ കണ്ടോ അതുപോലെ തന്നെയാണ്, ഇപ്പോഴൊരു മാറ്റമൊന്നുമില്ല. അങ്ങനെ ഇരട്ടി പാലത്തിലോട്ട് കിടക്കുകയാണ്. കാണും പെട്ടെന്ന് എല്ലാവർക്കും തിരിയും. ആ കുന്ന് കാണുമ്പോൾ അറിയാം ഇരട്ടി പാലത്തിൻ്റെ അടുത്തുള്ള കുന്നാണ്. ടിപ്പർ മുന്നേ പോകുന്നുണ്ട്. എന്തായാലും വലിയ ബ്ലോക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഇരട്ടി വന്നു കഴിഞ്ഞപ്പം അത് ഉച്ച സമയത്താണ് വന്നത്. നല്ല ബ്ലോക്കായിരുന്നു, നല്ല കത്തുന്ന വെയിൽ. എന്നിട്ട് ബ്ലോക്കിൽ പെട്ട് ഞങ്ങൾ മടുത്തു പോയൊരവസ്ഥയുണ്ടായി. പക്ഷേ ഇന്ന് എന്തായാലും അത് ബ്ലോക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട്. പഴയ പാലം തുറന്നു കൊടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു ബ്ലോക്കില്ല, വലിയ ബ്ലോക്കൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു സിഗ്നൽ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അതൊരു ഉപകാരമില്ല കേട്ടോ. അത് കത്തുന്ന പോലും ഇല്ല ഇപ്പം. അതിൻ്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് കുറേ നാൾ കൂടി. അങ്ങനെ ഞങ്ങൾ ഇരട്ടി അമല ഹോസ്പിറ്റലിൻ്റെ മുന്നിലെത്തി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.